നമ്മുടെ കുട്ടികളെ ഓരോരുത്തരെയും ഉത്തേജിപ്പിച്ച് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. നമ്മുടെ വാക്കാകാം, പ്രവൃത്തിയാകാം, അതിനു വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാകാം, ഒരു തലോടലാകാം. ഞാൻ ചില സമയത്ത് പറയുന്ന ഒരു കഥയുണ്ട്. അത് ചരിത്രത്തിൽ വന്നൊരു സംഭവമാണ്, ഇഷ്ടം പോലെ പുസ്തകങ്ങളിൽ വന്നൊരു സംഭവമാണ്. പലരും അത് കേട്ടിട്ടുണ്ടാകാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ ബൾബ് ഫിലമെന്റ് ഇപ്പൊ കത്തുന്നു. ഇവിടെ ഫിലമെന്റ് ഇപ്പൊ ഇല്ല, ഫിലമെന്റുള്ള ബൾബുകളില്ല. ഫിലമെന്റ് എന്ന് പറയുന്ന സാധനം, പഴയ കാലത്തെ ബൾബിന്റെ ഫിലമെന്റ് കണ്ടെത്തിയത് നിങ്ങൾക്കൊക്കെ അറിയാം, തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ആദ്യത്തെ 10 സയന്റിസ്റ്റുകൾ എടുക്കുമ്പോൾ ലോകം വിധിയെഴുതുന്ന ആദ്യത്തെ 10 റാങ്കിൽ ഒരാളാണ് തോമസ് ആൽവ എഡിസൺ. ആ എഡിസൺ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോവാൻ. ആ പോകുന്ന കാലത്ത് പഠിത്തം പിന്നിലായതിൻ്റെ പേരിൽ, അക്ഷരങ്ങൾ കോർത്തു വായിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ, നല്ല രീതിയിൽ ഇംഗ്ലീഷിലൊന്ന് വായിക്കാൻ, അദ്ദേഹം ഇംഗ്ലീഷ് നാട്ടിലാണ്, പക്ഷേ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ പരസ്പരം ടീച്ചേഴ്സ് അവനെ കുറ്റപ്പെടുത്തുമായിരുന്നു. നമുക്കിന്ന് ഇവിടെ A+കാരെ നിങ്ങൾ ആദരിക്കും. A+കാരെ മിനിയാന്ന് എന്നോടൊരു കുടുംബം വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ അവാർഡ് കൊടുക്കണമെന്നുണ്ട്, അത് ആർക്കൊക്കെ അവാർഡ് കൊടുക്കണം എന്നാണ്. ഞാൻ പറഞ്ഞു, A+കാർക്കും ബിസിനസ്സുകാർക്കും വലിയ വലിയ ടീച്ചേഴ്സിനും ഡോക്ടേഴ്സിനൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, പാറമൽ കുടുംബം എന്ന കുടുംബത്തിനെ പറയാം, ഒരു കുടുംബസംഗമം കൂട്ടുന്നുണ്ട്, ഞങ്ങൾ എങ്ങനത്തെ കുടുംബസംഘം എങ്ങനത്തെ ഇതാണ് നടത്തേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 3 പെൺമക്കൾ ഉണ്ടായിരിക്കെ കൂലിപ്പണി കഴിഞ്ഞിട്ട് കൂലിപ്പണി ചെയ്തിട്ട് ആ 3 പെൺകുട്ടികളെ കഷ്ടപ്പെട്ട് കെട്ടിച്ചൊരു പാവം കുടുംബത്തിലെ നാഥൻ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. അദ്ദേഹത്തിന് കൊടുക്കണം അവാർഡ്. കാരണം അദ്ദേഹം കഷ്ടപ്പെട്ടതുപോലെ, അദ്ദേഹം പ്രയാസപ്പെട്ടതുപോലെ ഒരു പക്ഷേ ഒരാളും പ്രയാസപ്പെട്ടിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ അവാർഡ് കൊടുക്കുമ്പോൾ ഉന്നതരായ ആളുകൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത്തരം പാവങ്ങളെ സഹായിക്കുക എന്ന് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അവർ അവാർഡിന് കൂടി അർഹമാണ്. 3 മക്കളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിമനോഹരമായി മറ്റൊരുത്തൻ്റെ കയ്യിലേൽപ്പിച്ച് പ്രൗഢിയോടുകൂടി നടക്കുന്ന കൂലിപ്പണിക്കാരനായ ഓരോ ആളുകൾക്കും കൊടുക്കേണ്ടതാണ് സത്യത്തിൽ അവാർഡ് എന്ന് പറഞ്ഞാൽ. ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ വിചക്ഷണർ ഒരുപാട് ഇരിക്കുന്നുണ്ടാവും, അധ്യാപകരുണ്ടാകും, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ A+ കിട്ടിയവരെല്ലാവരെയും അനുമോദിക്കുന്നു. നിങ്ങളിതെല്ലാം വാങ്ങുന്നതിൽ നമ്മൾ എല്ലാ അഭിലാഷങ്ങളും എല്ലാ രീതിയിലുള്ള മുക്തമായ പ്രശംസകളും നിങ്ങൾക്ക് നൽകുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ നല്ല പാട്ടുകാരന് A+ കിട്ടാറില്ല, നല്ല ഒരു സ്പോർട്സ് സ്പിരിറ്റുള്ള ആൾക്ക് A+ കിട്ടാറില്ല, നല്ലൊരു ഓർഗനൈസർക്ക് A+ കിട്ടാറില്ല, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർക്ക് ഒരിക്കലും A+ കിട്ടാറില്ല. ഇതേപോലെ നമ്മൾ അവാർഡ് കൊടുക്കുമ്പോൾ ഏറ്റവും മനോഹരമായി നമ്മൾ പിന്നിൽ നിൽക്കുന്നവർക്ക്. ഞാൻ തോമസ് ആൽവ എഡിസണിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം, അധികം നീട്ടാതെ ഞാൻ ചുരുക്കാം. എന്ന് വെച്ചാൽ തോമസ് ആൽവ എഡിസൺ ഒരു ദിവസം വീട്ടിലേക്ക് ഒരു അധ്യാപകൻ്റെ കത്തും കൊണ്ടുവരികയാണ്. അധ്യാപകൻ കത്ത് ചുരുട്ടിക്കൊടുത്തു. കാരണം ഇനി മലർത്തി കൊടുത്താലും വായിക്കാൻ അറിയില്ല ആ കുട്ടിക്ക്. ആ കുട്ടി നേരെ വന്ന് അമ്മയുടെ കയ്യിൽ ഇത് കൊടുക്കുകയാണ്. ഇവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മമാർ ചിന്തിക്കണം, നമ്മളിന്ന് A+ ഉള്ളവരെ മാത്രം, നല്ല നല്ല കുട്ടികളെ മാത്രം നോക്കുന്ന ഒരു കാലമാണ്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഉമ്മമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് കൂട്ടത്തിൽ ബലഹീനമായ കുട്ടികളെയാണ്. മരിക്കുന്ന സമയത്ത് പോലും പറയൽ, കുഞ്ഞോനക്കൊന്നിനും പറ്റൂലട്ടടാ, കുഞ്ഞോനങ്ങളെ നല്ലോണം നോക്കണം എന്നാ പറയാ. കാരണം ആ കൂട്ടത്തിൽ ബലഹീനമായ കുട്ടികളെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു പഴയ ഉമ്മമാർക്ക് സങ്കടങ്ങളുണ്ടായിരുന്നത്. എന്നാൽ പുതിയ ഉമ്മമാർക്ക് കൂട്ടത്തിൽ ബലഹീനമായവരെ തള്ളുകയും കൂട്ടത്തിൽ നല്ല പഠിക്കുന്ന കുട്ടികളെ മാത്രം നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മളുള്ളത്. അതിന് നിങ്ങൾ വിട്ടേക്ക്. പഠിക്കുന്നവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചോ, A+ കിട്ടുന്നവരെ പ്രോത്സാഹിപ്പിച്ചോ. ഈ കുട്ടി കത്തും കൊണ്ട് വന്ന് അമ്മ കത്തിങ്ങനെ വായിക്കുകയാണ്. കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കത്തിങ്ങനെ വായിച്ചിട്ട് ആ അമ്മ കരഞ്ഞു. ആ അമ്മ അങ്ങോട്ട് കരഞ്ഞപ്പോൾ ഈ കുട്ടി അമ്മയെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചത്, എന്താ അമ്മയെ കത്തിലെന്നാണ്. അമ്മ പറഞ്ഞെടുത്തത് എന്താണെന്നറിയോ, നീ വളരെ ബുദ്ധിമാനാണ് മോനെ, നീ എക്സ്ട്രീം ബ്രെയിനുള്ള ആളാണ്, അപാരമായ തലച്ചോറുള്ള കുട്ടിയാണ്. അതുകൊണ്ട് നിന്നെപ്പോലെ എക്സ്ട്രാ ബ്രെയിനുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഒരിക്കലും ആ സ്കൂളിന് സാധിക്കില്ല. അവിടുത്തെ അധ്യാപകരോ മറ്റുള്ളവർ അത്ര ക്വാളിറ്റി ഉള്ളവരല്ല. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഏറ്റവും ഉന്നതമായ കലാലയത്തിൽ എത്തണമെന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. നിനക്ക് പഠിക്കാൻ ഈ കൊച്ചു സ്കൂൾ പോരാ, വലിയ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണമെന്നാണ് പറഞ്ഞത് എന്നാണ്. സന്തോഷം കൊണ്ടായിരിക്കും അമ്മ കരയുന്നത് എന്ന് അന്ന് കുട്ടിയായിട്ടുള്ള തോമസ് ആൽവ എഡിസൺ ആലോചിക്കുകയാണ്. കാലങ്ങൾ കുറെ കഴിഞ്ഞു പോയി. തോമസ് ആൽവ എഡിസൺ ബൾബും ഫിലമെൻറ്റും എല്ലാം കണ്ടെത്തി ലോകത്തിൽ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായി നിൽക്കവേ വഴിയെ എവിടെയോ വെച്ച് തൻ്റെ അമ്മ ഈ ലോകത്തോട് വിട പറയുന്നു. അമ്മ വിട പറഞ്ഞപ്പോൾ പഴയ ഇരുമ്പ് പെട്ടി, അമ്മയുടെ പെട്ടി തുറന്ന് നോക്കുകയാണ്. അമ്മയുടെ ആധാരങ്ങളോ അല്ലെങ്കിൽ പേപ്പറുകളോ മറ്റുള്ള സാധനങ്ങളോ ഒക്കെ അടുക്കി പെറുക്കി അമ്മയുടെ സ്നേഹത്തോട് കൂടിയിട്ട് വെക്കുമ്പോൾ
ആ കൂട്ടത്തിൽ നിന്നൊരു കത്ത് കിട്ടുകയാണ്. ആ കത്ത് നോക്കുമ്പോൾ പഴയ കാലത്ത് സ്കൂളിൽ നിന്ന് അധ്യാപകൻ അയച്ചിട്ടുള്ള കത്താണ്. ഇപ്പോൾ തോമസ് ആൽവ എഡിസൺ വായിക്കാനറിയാത്ത കുട്ടിയല്ല, ലോകപ്രശസ്തനായ സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് ആ കുട്ടി മെല്ലെ പഴയ കാലത്ത് ടീച്ചർ ആവേശത്തോടു കൂടി അമ്മയ്ക്ക് എഴുതിയ കത്ത് ഒന്നുകൂടി ഒന്ന് വായിച്ചു. അന്നും തോമസ് ആൽവ എഡിസൺ കരഞ്ഞു തൻ്റെ അമ്മയെക്കുറിച്ചോർത്ത്. അതിൽ വരികൾ ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ മകൻ മഹാവിഡ്ഢിയാണ്. നിങ്ങളുടെ മകനെ പഠിപ്പിച്ചിട്ട് സമയം കളയലല്ല ഞങ്ങളുടെ ജോലി. അതുകൊണ്ട് അക്ഷരങ്ങൾ അറിയാത്ത തോമസിനെ ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണം. അവനെപ്പോലത്തെ വിഡ്ഢികളെ പഠിപ്പിക്കലല്ല ഞങ്ങളുടെ ജോലി എന്നായിരുന്നു അതിൽ എഴുതി വെച്ചിരുന്നത്. പക്ഷേ ഈ വാർത്ത കണ്ട്, ഈ വാക്ക് കണ്ട് കരഞ്ഞോണ്ട് അമ്മ പറഞ്ഞ വാക്ക്: മോനെ, നീ ബുദ്ധിമാനാണ്, നിനക്കിവിടെ പഠിക്കാൻ കഴിയില്ല, നീ അതിലും വലിയ സ്ഥലത്തേക്ക് പോകണമെന്നാണ്. മാതൃത്വത്തിൻ്റെ 2 രൂപമാണ്. സങ്കടങ്ങൾ നമ്മളിലേക്ക് കയറി വരുമ്പോഴും മക്കളെ നെഞ്ചിൽ ചേർത്തിട്ട് പറയണം: നീ ഉയരുമടാ, നീ ഉന്നതമായ അവസ്ഥയിലെത്തുമടാ എന്ന്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും മാതാക്കളാകുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാക്കളും മക്കളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. നമ്മുടെ മക്കൾക്കൊരു പക്ഷേ ഇന്ന് എനിക്കറിയാം, അവിടെ സോഷ്യോളജിയും സൈക്കോളജിയൊക്കെ പഠിച്ചവർക്കും അറിയാം എന്ന് വെച്ചിട്ട് ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പഠന വൈകല്യം എന്നതിന് പറയും. പല രീതിയിലും വൈകല്യങ്ങൾ വരാറുണ്ട്. ഇങ്ങനെയുള്ള വൈകല്യം വരുന്ന കുട്ടികളെ വേണ്ട രീതിയിൽ നമ്മൾ പരിഗണിക്കാറില്ല. അവർക്ക് വൈകല്യമുണ്ടോ എന്ന് പോലും നമ്മൾ അറിയില്ല. എന്നിട്ട് നീ പൊട്ടനാണ്, മണ്ടനാണ് എന്നൊക്കെ കുട്ടികളുടെ കൂട്ടത്തിൽ കളിയാക്കുകയും ചെയ്യും. അയൽവാസിയോട് നമ്മൾ കഥ പറയും: എൻ്റെ ഈ മോനുണ്ടല്ലോ ഒന്നിനും പറ്റൂലാന്ന്. അങ്ങനെ പറയല്ലേ, അവനാ കൂടുതൽ പറ്റുക. നിങ്ങളറിയോ, നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങൾ എന്നെ കളിയാക്കുന്ന മകനായിരിക്കും. നിങ്ങൾക്ക് അവസാനമായി പ്രാർത്ഥിക്കാനുണ്ടാവുക ഒരു പക്ഷേ ഈ കുട്ടിയായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ നെതർലാൻഡ്സിലും സ്വിറ്റ്സർലാൻഡ്സിലും അഭിരമിച്ച് കഴിയുമ്പോൾ നിങ്ങളെ നോക്കാൻ ഈ മോനായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെയുള്ളവരെ, കുമ്മാളിൽ കുടുംബത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്, താഴെയുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്ന പാരമ്പര്യം. അതിന് പ്രത്യേക ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും ഒരു നിർദ്ദേശം പോലെ പറഞ്ഞോട്ടെ, ഇങ്ങനെ കുടുംബ സംഗമങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകും: പാവപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന്. അതിന് നിർദ്ദേശം പോലെ പറഞ്ഞോട്ടെ, പരസ്പര സ്നേഹമുള്ള സൗഹാർദ്ദപരമായ ഒരു കുടുംബാന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കാൻ നിർബന്ധമാണ്. അതില്ല എങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും തളർന്നു പോകും. ഇന്ന് കേരളത്തിൻ്റെ 3 കെടുതികളുണ്ട്. ഞാൻ മനസ്സിലാക്കിയ 3 കെടുതികൾ, അതിനും അപ്പുറത്തേക്ക് കെടുതികൾ ഉണ്ടാകാം. 1, വിദ്യാർത്ഥി കൂട്ടങ്ങളിൽ പല ആളുകളും ഡ്രഗ്സിലേക്കും മറ്റതിലേക്കും പോയിക്കൊണ്ടിരിക്കാൻ, മയക്കുമരുന്നിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കാൻ. ഈ കുമ്മാളിൽ കുടുംബത്തിൽ നിന്ന് ഒരൊറ്റ കുട്ടി പോലും അതിലുണ്ടാകരുത്. അതിനുവേണ്ടി ജാഗ്രതയോടെ നമ്മൾ അതിനു വേണ്ടിയിട്ട് കഴിയണമെന്നതാണ്. നമ്മളാരും ഇത് തേടിപ്പോകേണ്ടതില്ല, അത് നമ്മളെ തേടി വരുന്നു എന്നതാണ്. നമ്മളെ തേടി ഈ സാധനം വരുന്നു. നാളെ ഞാനിപ്പോൾ കൗൺസിലിംഗ് നടത്താറില്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഇരുന്ന് കൊടുക്കേണ്ടി വരാറുണ്ട്. ഒരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഉമ്മ അടുത്തിരുന്നിട്ട് പറയാണ്: എൻ്റെ മോനത് ഉപയോഗിക്കാറില്ല, വെറുതെ എൻ്റെ അയൽവാസികൾ പറഞ്ഞുണ്ടാക്കുകയാണ്, എൻ്റെ നാട്ടുകാർ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. ഉമ്മരുന്ന് അങ്ങനെ പറയാൻ. കൊറോണയ്ക്ക് ശേഷം കുട്ടി വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല സാറേ, പിന്നെ എവിടുന്നാണ് എനിക്കത് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ. ആ മലപ്പുറം ജില്ലയിലെ തിരൂർ പ്രദേശത്തുള്ള ഒരു കുട്ടിയാണ്. ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു: മോനെ, നീ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പാവം ഉമ്മാക്കത് മനസ്സിലായിട്ടില്ല. ഉമ്മയെ പുറത്താക്കിയതിൻ്റെ ശേഷം ഞാൻ കുട്ടിയോട് ചോദിച്ചത്: എങ്ങനെയാണ് നീ ഉപയോഗിക്കുന്നത്? ആ പാവം കുട്ടി വളരെ സത്യസന്ധമായി കാര്യം പറഞ്ഞു. ഗൂഗിൾ ഇന്നടത്തേക്ക് കയറിയാൽ ഈ സാധനം കിട്ടും സാറേ, പൈസ എന്ന് പറഞ്ഞ ഉമ്മൻ്റെ ഫോണിൽ തന്നെ ഞാൻ അയച്ചു കൊടുക്കൽ. അത് വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ പീടികയുടെ ഒരു പൊത്തിൻ്റെ ഭാഗത്ത് വെച്ച് അവിടെ ഒരു കല്ലും വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ സഹിതം ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് എനിക്ക് അയച്ചു തരികയാണ്. ഗൂഗിൾ മാപ്പ് ഓണാക്കിയിട്ട് ഇങ്ങനെ പോയാൽ മയക്കുമരുന്നിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുന്ന കാലമാണ് ഇന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ കുട്ടികളത് തേടിപ്പോവല്ല, കുട്ടികളെ തേടി ഇത് വരുന്ന ഒരു കാലമാണ്. ഇത് മിക്കവാറും രക്ഷിതാക്കൾക്കോ മറ്റുള്ളവർക്കോ അറിയില്ല. ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല. നമ്മുടെ മക്കളിൽ ഒരാൾ ഇതിൽ പെട്ടുപോയാൽ നമ്മുടെ ജീവിതം മുഴുവനും ഇല്ലാതെയാകും. ക്യാമ്പസുകളിലൊക്കെ ഇതിൻ്റെ ചർച്ചകൾ വളരെ കൂടുതലാണ്. നമ്മൾ അറിയേണ്ടത് ഒരു പക്ഷേ കേരളത്തിൽ ഇതിൻ്റെ മാഫിയ കടന്നു പിടിച്ചിരിക്കുന്നു. കാരണം കൺസ്യൂമർ സ്റ്റേറ്റാണ്. 3.5 കോടി ജനതയ്ക്ക് ഒന്നിച്ച് വിതരണം ചെയ്യാൻ ആകെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ. കുറഞ്ഞ കേരളത്തിൽ 3.5 കോടി ആൾക്കാരുണ്ട്. നമ്മൾ പറയുന്ന ദുബായിൽ 40 ലക്ഷത്തിൻ്റെ അടുത്ത ആൾക്കാരേ ഉള്ളൂ. ടോട്ടൽ ദുബായിൽ 40 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. എന്നാൽ അതിനേക്കാളും ഏതാണ്ട് 10 ഇരട്ടിയോളം ആളുകളുടെ സ്ഥലമാണ് കേരളം. അതുകൊണ്ട് കേരളത്തേക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ അത് വരുന്നത് ബാംഗ്ലൂർ വഴിയാണ്, മറ്റൊന്ന് വരുന്നത് പാലക്കാട് വഴിയാണ്, തമിഴ്നാട്ടിൽ നിന്ന്. ഇങ്ങനെ പല വഴിയിലൂടെ വരുന്നു. ഞാൻ നിങ്ങളെ പേടിപ്പിക്കല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടി എത്രത്തോളം എന്ന് ചോദിച്ചാൽ
മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെപ്പോലും കാക്കേണ്ടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഞാൻ കുടുംബ ബന്ധത്തെക്കുറിച്ചൊക്കെ മറ്റേ ഉസ്താദ് സംസാരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല, അത് പറയാത്ത കാര്യം പറഞ്ഞോട്ടെ. എന്ന് വെച്ചാൽ കുട്ടികളെപ്പോലും, നാളെ മദ്രസയ്ക്ക് പോകുന്ന ഒരു കുട്ടി, ആകെ കുട്ടിക്ക് വയസ്സ് 13ആണ്. ആ 13കാരൻ എന്നോട് പറയാണ്, പോകുന്ന സമയത്ത് ബൈക്ക് വന്നിട്ട് നിർത്തി, എന്നിട്ട് ചോദിച്ചു ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാണ്. ഞാൻ ആ വഴി കാണിച്ചു കൊടുത്തു. ബൈക്ക് ഇങ്ങനെ തന്നെ വന്നിട്ട്, മോൻ നല്ല കുട്ടിയാണ്, ഉഷാറാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മിഠായി കൊടുത്തു. മോനെ മിഠായി കഴിച്ചോന്നും പറഞ്ഞു. ഞാൻ ഇവിടുത്തെ കുട്ടികളോടും കൂടിയാണ് പറയുന്നത്. ആ കുട്ടി ആ മധുരം കഴിച്ചു. പിന്നെ ഇയാളെ കാത്തു നിൽക്കലായി. കാരണം ഈ കൊടുത്തത് സാധാരണ മിഠായി ആയിരുന്നില്ല, ഇത് അടങ്ങിയിട്ടുള്ള മിഠായി ആയിരുന്നു. സ്കൂളിൻ്റെ അടുക്ക് അവിടെയുള്ള കച്ചവട സ്ഥലങ്ങളിൽ നിങ്ങൾ കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്കറിയാൻ പറ്റും. അവിടുത്തെ SI സാറ് പറഞ്ഞു തരും. അതേപോലെ തന്നെ വളാഞ്ചേരിയിലെ SI ആയിട്ടുള്ള ജലീൽ സാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അദ്ദേഹം ഞാനും കൂടി ഒരുപാട് ഇത്തരം ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. മിക്ക സ്കൂളിൻ്റെ ഓരത്തിലെ പെട്ടിക്കടയിൽ പോലും കുട്ടികൾക്കുള്ള സാധനങ്ങൾ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനീപരമായ അവസ്ഥയിൽ ഊട്ടി ഉറപ്പിച്ചു നിർത്തലല്ലാതെ ഇതിന് വേറെ പോംവഴിയില്ല. UK നടന്നൊരു സ്റ്റഡിയുണ്ട്, ഇതും കൂടി നിങ്ങൾ അറിയണം. അഥവാ മയക്കുമരുന്നിൽ നിന്നും ഇത്തരം വിപത്തുകളിൽ നിന്നും ലോകത്തെ കാക്കുന്നത് സൈക്കോളജിസ്റ്റുകളോ സോഷ്യോളജിസ്റ്റുകളോ ആന്ത്രപ്പോളജിസ്റ്റുകളോ അല്ല, മതപരമായി ജീവിക്കുന്ന കുട്ടികൾ ഇതിലേക്ക് പോകുന്നില്ല എന്നാണ് അവരുടെ പഠനം. എന്ന് വെച്ചാൽ ലോകത്തിൽ എല്ലാ സബ്ജക്റ്റിനേക്കാളും അപ്പുറത്തേക്ക് ഭേദിച്ചു പോകാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ അതൊക്കെ അവരൊക്കെ ചെയ്യുന്നുണ്ട്, സൈക്കോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് പേടിയും ഭയവും അതിലേക്ക് പോകരുതെന്ന് മനസ്സ് തോന്നുന്നതും മൂല്യത്തോടു കൂടി ജീവിക്കുന്ന കുട്ടികളാണ് എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഏകഛത്രാധിപതിയായ അള്ളാഹുവിലേക്ക് തിരിയുന്ന, അവനാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏകനായ തമ്പുരാനിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകലല്ലാതെ ഇതിന് പോംവഴിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. പരിചയമില്ലേ, അതൊക്കെ നന്നായിട്ട് അറിയാമല്ലോ, അവർ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. 5ാം ക്ലാസ്സിൽ അഷ്ഹദത്തു സഫുൽ ഖാമിസ എന്ന സർട്ടിഫിക്കറ്റോട് കൂടി ഇറങ്ങിയാൽ പിന്നെ എല്ലാം പൂർത്തിയായ എന്ന ധാരണയിൽ പാവം ഉസ്താദുമാരുടെ വാക്ക് പോലും പിന്നെ കേൾക്കാതെ ഇവർ പോയിരിക്കുന്നത് വേറെ സ്ഥലങ്ങളിലാണ്. ഈ ഉസ്താദുമാർ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഈ പഠിപ്പിച്ചതൊക്കെ, പക്ഷേ പിന്നീട് അവർ പോയിരിക്കുന്നത് പല സ്ഥലങ്ങളിലുമാണ്. അതുകൊണ്ട് അവരെ തിരിച്ചു പിടിക്കുക എന്നത് കുടുംബ ബന്ധത്തിൻ്റെ പേരിൽ നമ്മൾ കാണിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ദീനീപരമായി നമ്മുടെ കുട്ടികളെ വളർത്തുക. ദീനല്ലാതെ പോംവഴിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ദീനിനെ കുത്തിച്ചെലുത്തി കൊടുത്താതിരിക്കുക. 2 രീതിയിൽ ദീന് നമുക്ക് കൊടുക്കാം. ഒന്ന് ഇൻസ്പയറിംഗ് മോഡ് എന്ന് പറയും, മറ്റൊന്ന് ഇമ്പോസിങ് മോഡ് എന്ന് പറയും. ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുത്തിച്ചെലുത്തലാണ്. നേരം പോലത്തേക്ക് എന്നെ കുട്ടിനെ വിളിച്ചുണർത്തുക, എണീക്കട, നിസ്കരിക്കട, എന്നിട്ട് വലിക്കുക, എന്നിട്ട് വെള്ളം കൊടിയുക. ഇതൊന്നുമല്ല ദീൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അങ്ങനെയാണ് ദീൻ എന്ന് മനസ്സിലാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സഹാബി കുട്ടികളെയും വലിയവരെയും ഇൻസ്പയർ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്തിനാ സ്വർഗത്തിൽ അങ്ങനെ ഉണ്ടാവും, സ്വർഗത്തിൽ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവന്നതെന്നറിയോ? അവിടെ ഉള്ളിൽ നിന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കുന്നതിൻ്റെ പേരാണ് ദീന്. ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കുന്നതിൻ്റെ പേരാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണം. ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ ഭക്ഷണങ്ങളും, രാവിലത്തേതാകട്ടെ, ഉച്ചക്കത്തേതാകട്ടെ, രാത്രിക്കത്തേതാകട്ടെ, ദയവ് ചെയ്ത് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് പോയി കഴിക്കരുത്. നിങ്ങൾക്ക് 3:15 ളുഹ്ർ നിസ്കരിച്ച് 3:30 ചോറും വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദയവ് ചെയ്ത് ആ പണിക്ക് നമ്മൾ നിൽക്കരുത്. നമ്മുടെ എല്ലാ മക്കളെയും ഒന്നിച്ച് കൂട്ടി ടേബിളിലോ നിലത്തോ ഇരുത്തി ഒന്നിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം. അത് നമ്മുടെ വീടിൻ്റെ ഒരു ശീലമാണ്. ആ സമയത്ത് സംസാരിക്കണം, എന്തൊക്കെ ഉണ്ടടാന്ന് ചോദിക്കണം. കാരണം അതുവരേക്കും കുട്ടികൾ മൊബൈലും കൊണ്ട് അവിടെയും മൊബൈലും കൊണ്ട് ഇവിടെയാണ്. അതുകൊണ്ട് ഉമ്മമാരും ഉപ്പമാരും മക്കളും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് കഴിയുമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതൊരു അതിശയമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട, ആ സമയത്താണ് ഭർത്താവ് ഭാര്യയുടെ വായിൽ ഒരു ചപ്പാത്തി കഷ്ണം വെച്ച് കൊടുക്കുന്നത് മക്കൾ കാണേണ്ടത്. എൻ്റെ ഉപ്പയും ഉമ്മയും തമ്മിൽ അത്രമാത്രം സ്നേഹമാണെന്ന് മക്കൾ പഠിക്കണം. എന്ന് വെച്ചാൽ ഇതൊക്കെ മക്കളെ കാണിപ്പിക്കാവുന്നതാണ്. ഭാര്യയുടെ വായിൽ ഒരു ചപ്പാത്തി കഷ്ണം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മക്കൾ ഉപ്പാൻ്റെ വായിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ഉപ്പയും മക്കളും ഉമ്മയും മക്കളും കൂടി വലിയ കമ്പനിയായിട്ട് നടക്കണം എന്നുള്ളതാണ്. ആ കമ്പനിയാണ് നമ്മൾ എന്താക്കേണ്ടത്, സ്ട്രോങ് ആക്കി കൊണ്ടുവരേണ്ടത്. സ്നേഹപൂർവ്വം എല്ലാ സുഹൃത്തുക്കളെക്കാളും വലിയ സുഹൃത്ത് പിതാവെന്ന സുഹൃത്തായിരിക്കണം. എല്ലാ സുഹൃത്തുക്കളെക്കാളും വലിയ സുഹൃത്ത് മാതാവായിരിക്കണം. അങ്ങനെ മക്കളോട് ഫ്ലെക്സിബിളായി നിന്നുകൊടുക്കാനും നമുക്ക് പറ്റണമെന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇനിയുള്ള കാലം കുറച്ചും കൂടി ആധിക്യത്തോടു കൂടി പോകുന്നതാണ്. വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നു. ഇപ്പതാ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട്. ഹായ് എന്ന് അങ്ങോട്ടയക്കും, ഹായ് എന്ന് ഇങ്ങോട്ടയക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അയക്കുകയാണ്. ആ അയക്കുന്നത് ഇനി ഇൻവിസിബിളായി, വളരെ ശ്രദ്ധിക്കണം.
എന്നുവെച്ചാൽ ആളെ നമ്മൾ കാണൂല, പക്ഷെ ആളെ നമ്മൾ കാണും, തൊട്ടാൽ കിട്ടൂല. വളരെ ശ്രദ്ധിക്കണം. അടുത്ത കാലഘട്ടത്തിൽ ഇനി പലതും നമ്മൾ കേൾക്കും. എന്നാൽ ശ്രദ്ധിക്കണേ, പുതിയ തലമുറയോടെ ഞാൻ സംസാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്. ഇപ്പോൾ ഹായ് മെസ്സേജ് അയക്കാൻ ഇപ്പോൾ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്താ വെർച്വൽ റിയാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനലായിട്ട് കാണുന്നത് പോലെ നമ്മൾ അനുഭവിക്കും. കുട്ടികൾക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ സിനിമയുടെ കഥ പറയില്ല. പട്ടാൺ എന്ന് പറയുന്ന സിനിമയിൽ അതിൻ്റെ ആധിക്യം വന്നതുകൊണ്ട് അത് ഇത്ര സക്സസ് ആയതൊക്കെ. ഞാൻ സിനിമ കാണാറില്ല, ഞാൻ പറയുന്നതിൻ്റെ റിവ്യൂ നമ്മൾ വായിക്കാറുണ്ട്. എന്ന് വെച്ചാൽ പുതിയ പുതിയ സിനിമകളിലൊക്കെ ഇത് വന്നു തുടങ്ങി. എന്ന് വെച്ചാൽ പുതിയ ഒരു മെസ്സേജ്. ഇത് വെറും സിനിമയിൽ വരുന്നതല്ല, യാഥാർത്ഥ്യമാണ്. എന്താ യാഥാർത്ഥ്യം? ഇപ്പോൾ ഹായ് എന്നുള്ള മെസ്സേജ് നമ്മളൊരു പെൺകുട്ടിക്ക് വിട്ടാൽ ആ പെൺകുട്ടി ഇങ്ങോട്ട് തിരിച്ച് ഹായ് വിട്ടാൽ, ഞാൻ ദുബായിൽ ടെക്നോളജിക്കലിൻ്റെ അതിൻ്റെ ക്യാമ്പിൽ ഞാൻ പോയിരുന്നു. ഞാനും എൻ്റെ 2 മക്കളും കൂടി, മെഹബൂബും മാഷൂക്കും കൂടി. അന്ന് അത്ഭുതകരമായി എന്നെ മെറ്റയിലേക്ക് കയറ്റി. ഞാനതവിടെ പറഞ്ഞിട്ട് ഞാനിത് അധികം പറയുന്നില്ല. മെറ്റ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. എന്ന് വെച്ചാൽ നമ്മൾ ഇൻവിസിബിളായി പ്രകാശരൂപത്തിൽ എല്ലായിടത്തും എത്തും. ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. അടുത്ത കാലഘട്ടത്തിൽ തന്നെ നമ്മളിനി മെസ്സേജ് അയക്കുമ്പോൾ അപ്പുറത്ത് മെസ്സേജ് അയക്കുന്ന ആളെ റൂമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നു. ദാറ്റ് ഈസ് വെർച്വൽ റിയാലിറ്റി. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാകണ്ട. എന്നാൽ ഇപ്പോൾ പെൺകുട്ടിയുടെ ഫോട്ടോ നമുക്ക് കിട്ടണുള്ളൂ. അതിന് പ്രകാശ രൂപത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വരും. തൊട്ടാൽ കിട്ടൂല. എന്തേ? തൊട്ടാൽ കിട്ടൂല, പിടിക്കാൻ പറ്റൂല. പക്ഷേ ആ കുട്ടിയോട് വർത്തമാനം പറയാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോ, വിത്തിൻ 5 years ഞാനിത് കണ്ടു. എന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി, എന്നെ വേറെ ലോകത്തിലേക്ക് അവർ കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2 മക്കളും ഇങ്ങനെ കണ്ടെക്കുകയാണ് ദുബായിൽ. ഈ സാധനം നമ്മുടെ നാട്ടിലേക്കൊക്കെ വരാൻ പോവാണ്. ദുബായിൽ അതുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ, ദുബായിൽ അവിടുത്തെ ടെക്നോളജിയുടെ വലിയൊരു ലോകത്തിൻ്റെ വലിയൊരു ഇത് വന്നിരുന്നു. ഒരു എന്താ പറയുക, ഒരു സെമിനാർ പോലെ അതിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ എന്താ സംഭവം? വെർച്വലായിട്ട് ഉള്ള റിയാലിറ്റിയെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഭാവിയിലൊക്കെ നിങ്ങൾക്ക് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ദുബായിലുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം പ്രകാശരൂപത്തിൽ. നിങ്ങളോട് വർത്തമാനം പറഞ്ഞിരിക്കും. ദുബായിലുള്ള നിങ്ങളെ പുയ്യാപ്പളങ്ങളോട് വർത്തമാനം പറഞ്ഞിരിക്കും. പക്ഷെ നിങ്ങൾക്ക് തൊട്ടാൽ കിട്ടൂല, പ്രകാശരൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഒന്നും കൂടി പറഞ്ഞാൽ, 5 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ദുബായിലെ ഷെയ്ഖ് നിങ്ങൾ നോക്കിക്കോ, ഒരു ദിവസം ഒരേ സമയം, ഇപ്പം എനിക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു ദിവസം 1000 വേദികളിൽ ഒന്നിച്ച് പ്രസംഗിക്കാം. കാരണം പ്രകാശരൂപത്തിൽ എനിക്ക് എത്താൻ പറ്റുമെന്നതാണ് ഈ പറയുന്ന ഇൻവിസിബിലിറ്റി എന്ന് പറയുന്ന സാധനം. വിസിബിളായിട്ട് തൊടാൻ നമുക്ക് കിട്ടില്ലെങ്കിലും പ്രകാശരൂപത്തിൽ നമുക്ക് എത്താൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് കാലം കുറെ കടന്നു പോകും. ഇനിയും അത്ഭുതകരമായ കാര്യങ്ങൾ ഒരു പക്ഷേ സംഭവിച്ചെന്നിരിക്കും. കേരളക്കരയിൽ ഓരോ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. 983 സമദാനി സാഹിബിൻ്റെ ഒരു പ്രസംഗത്തിൽ നമ്മുടെ നാട്ടിൽ വെള്ളക്കുപ്പി വിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട്. തൃക്കരിപ്പൂല പ്രസംഗത്തിൽ ഇനി വെള്ളക്കുപ്പി പൈസക്ക് വിൽക്കുന്നൊരു കാലം മലപ്പുറം ജില്ലയിലും കേരളത്തിലും വരുമെന്ന് പറയുമ്പോൾ അതൊക്കെ എവിടെ വരാനാണ്? ഇപ്പം നമ്മളിപ്പോൾ കുടിച്ചതും കുപ്പിവെള്ളം തന്നെയാണ്. അതേപോലെ കാലങ്ങൾക്ക് മുമ്പേ പറയുകയാണെന്ന് വിചാരിക്കരുത്. എന്ന് വെച്ചാൽ ഇനി കാലം കുറെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരേ സമയം 1000 വേദികളിൽ പ്രസംഗിക്കാം. എവിടെയാണ് ഒറിജിനലായിട്ട് ഞാൻ എത്തുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രമാത്രം ആധിക്യത്തിലേക്ക് നമ്മുടെ ടെക്നോളജി എത്തും. മൗലാന അബുൽ ഹസൻ അലി അന്നദവി സാബ് ലോകോത്തര പണ്ഡിതനായിരുന്നു അദ്ദേഹം അവസാനം ഒരു ലേഖനം എഴുതുന്നുണ്ട്. 1999 ആ ലേഖനം എഴുതുന്നത്. അടുത്ത നൂറ്റാണ്ട് ഇങ്ങനെയാണ്, അടുത്ത നൂറ്റാണ്ട് അങ്ങനെയാണ്, അടുത്ത നൂറ്റാണ്ട് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനത്തെ എഴുതുന്നുണ്ട്. ആ നൂറ്റാണ്ടിൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് 1999 ഡിസംബർ 31-നാണ്. ആ ദിവസത്തിന് നാളെ നൂറ്റാണ്ട് ജനിക്കുകയാണെങ്കിൽ ഇന്ന് മരിച്ചു. പക്ഷെ ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് റമദാൻ 23 ആയിരുന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ജുമാന്റെ സമയത്താണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നതാണ്. അടുത്ത നൂറ്റാണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇനിയും ഇതൊക്കെ ആധിക്യം കൊള്ളും. അപ്പോഴും നമ്മുടെ വെല്ലിമ്മ അവിടെ ഉണ്ടാകും, നമ്മുടെ വെല്ലിപ്പ് അവിടെ ഉണ്ടാകും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഉണ്ടാകും. അവരെ സ്നേഹപൂർവ്വം നോക്കാൻ നമുക്ക് പറ്റണം. ലോകം കുറേ മാറും. നമ്മുടെ നാട്ടിലൊരു പക്ഷേ കോഫി ഷോപ്പുകൾ നിറയെ വിദേശത്തെ പെൺകുട്ടികളെ ഒരു പക്ഷേ വരാം. അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബംഗാളികൾ ജോലി ചെയ്യുന്നത് പോലെ ഇന്തോനേഷ്യക്കാരും മലേഷ്യക്കാരും അതേപോലെ തന്നെ മറ്റുള്ള രാജ്യക്കാരും തായ്ലൻഡുകാരും നിറയെ ജോലി ചെയ്യുന്നൊരു കാലം വരാം. അങ്ങനെ ആധിക്യം കൊണ്ട് വല്ലാത്ത പ്രസരിപ്പിലേക്ക് പോകാം.
അപ്പോഴും ദീനീപരമായി നിൽക്കാൻ നമ്മൾ പഠിക്കണം. അള്ളാഹുവിലേക്ക് തിരിയാൻ നമുക്ക് പഠിക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുടുംബം എത്ര അഡ്വാൻസ് ആയി പോയാലും, നമ്മുടെ കുട്ടികൾ സിവിൽ സർവീസ് എടുത്താലും, നമ്മുടെ കുട്ടികൾ സയൻറ്റിസ്റ്റ് ആയാലും, ദീനീപരമായി വളർത്തുക എന്നത് മാത്രമല്ല, നമ്മുടെ ഈ സൗഹാർദ്ദങ്ങൾ നിലനിർത്തുക എന്നതും കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ ഈ കൂട്ടത്തോടൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ, ഈ ഉമ്മമാരെ കൊണ്ടേ നമ്മൾ ഇനി ഉദ്ഘാടനങ്ങൾ ചെയ്യിക്കാവൂ. ഉസ്താദുമാരെ നിങ്ങൾ വിളിച്ചോളൂ, തങ്ങന്മാരെ നിങ്ങൾ വിളിച്ചോളൂ, അതിനൊന്നും നമ്മൾ എതിരല്ല. അവർ വരട്ടെ, പ്രാർത്ഥിക്കണേ, പ്രാർത്ഥനകളൊക്കെ ചെയ്യട്ടെ, അതോടൊപ്പം സുന്ദരമായ രീതിയിൽ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലട്ടെ. പക്ഷെ രാവിലെ 4 മണിക്ക് 40ാമത്തെ വയസ്സിൽ നമ്മൾ കയറ്റുന്ന വീടിൻ്റെ താക്കോല് തിരിക്കേണ്ടത് സ്വന്തം മാതാവായിരിക്കണം, അല്ലെങ്കിൽ സ്വന്തം പിതാവായിരിക്കണം. കാരണം നമ്മുടെ സ്വന്തം മാതാവിൻ്റെ താക്കോല് തിരി അത് 40 വർഷത്തേക്കുള്ള തിരിയല്ല. കാരണം 40 വർഷങ്ങൾക്കും അപ്പുറം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ വയറ്റത്തിങ്ങനെ തടവിയിട്ട് നമുക്ക് കാലുണ്ടോയെന്നറിയില്ല, കൈയുണ്ടോയെന്നറിയില്ല, നമ്മൾ കറുത്തതാണോ വെളുത്തതാണോ എന്നറിയില്ല. ആ സമയത്ത് വയറ് തടവിയിട്ട് എൻ്റെ മോനെ എന്ന് പറഞ്ഞ് സ്നേഹം തുടങ്ങിയതാണ്. നമ്മുടെ ചങ്ക് ബ്രോസൊക്കെ ഇന്ന് നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരൊക്കെ 15ാമത്തെ വയസ്സിൽ 20ാമത്തെ വയസ്സിൽ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. ഉമ്മ സ്നേഹിച്ചത് നമ്മൾ ജനിക്കുന്നതിൻ്റെ മുമ്പെയാണ്. അതുകൊണ്ട് ഞാൻ കടന്ന് പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഈ കുമ്മാളിൽ കുടുംബസംഗമത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ബിസിനസ്, കുറേ ബിസിനസ്സുകാരുണ്ട്, നമ്മളും ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അവിടെ നമ്മുടെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കാൻ പറ്റിയ 3 ആൾക്കാരുണ്ട്. അത് കൊടുത്ത ഒരിക്കലും കുറയൂല. നമ്മളെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കാൻ പറ്റിയ 3 ആൾക്കാർ, ഏറ്റവും ചുരുങ്ങിയത് 3 ആൾക്കാർ. അതിൽ 1ാം സ്ഥാനത്ത് നമ്മുടെ ഉമ്മയാണ്. ഉമ്മാക്ക് നിങ്ങളത് കൊടുത്തു നോക്ക്. 2% നമ്മുടെ കമ്പനിയിലെ ഒരു പാർട്ട്ണർഷിപ്പ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഓരോ പടിയായി ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം മാതാവ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സ്നേഹമാണ്. 2ാമത്തെ സ്ഥാനം നമ്മുടെ ഉപ്പാക്കാണ്. നമ്മുടെ ഉപ്പാക്ക് നമ്മുടെ ബിസിനസ്സിൽ എന്ത് കൊടുക്കണം, ഒരു പാർട്ട്ണർഷിപ്പ് കൊടുക്കണം. നമ്മുടെ ഉപ്പ അങ്ങനെ ഉയർന്നു പോകട്ടെ എന്ന് വെറും സഹായം മാത്രം കൊടുത്താൽ പോരാ, പാർട്ട്ണർഷിപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇവിടെ പറയുമ്പോൾ വിവാദമാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഭാര്യമാർക്കും പാർട്ട്ണർഷിപ്പ് കൊടുക്കണം. കാരണം നമ്മുടെ എല്ലാ പെണ്ണുങ്ങളും സന്തോഷത്തോടു കൂടി കേൾക്കുന്നത് നടക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നിങ്ങൾ അടുക്കളയിൽ നിന്ന് തിരിഞ്ഞിട്ട് 50,000 ഉറുപ്പ്യ മാസത്തിൽ തന്നാലും നിങ്ങൾക്കുള്ള കൂലിയാവില്ല. ഇനി കുമ്മാൾക്കാരിനെ പരിപാടിക്ക് വിളിച്ചില്ലെങ്കിലും ഞാൻ പറയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം എന്നാണ് അവകാശത്തോടു കൂടിയിട്ട് പറയണ്ട, അധികാരത്തോടു കൂടിയിട്ട് പറയണ്ട. ഭർത്താക്കന്മാർ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സും, ഞാൻ ഷാക്കിറിനോട് എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്, അവിടെ എല്ലാവരും പലരും ഇരിക്കുന്നുണ്ട്. ഭാര്യമാർക്ക് ഒരു ചെറിയ പേഴ്സ്, നിങ്ങൾ അവകാശം പറയരുത്, അത് പറയാൻ നിൽക്കരുത്. പക്ഷെ 1% ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസത്തിലൊരു 10,000 ഉറുപ്പ്യ കിട്ടിയാൽ നിങ്ങൾക്കത് പലയിടത്തേക്കും കൊടുക്കാണ്ടാവും. നിങ്ങൾക്ക് അഞ്ചത്തിക്ക് ഒരു വളാങ്ങി കൊടുക്കാണ്ടാവും, നിങ്ങൾ ഏട്ടത്തിൻ്റെ കുട്ടീനെ കെട്ടിക്കുമ്പോൾ കൊടുക്കാണ്ടാവും. അഭിമാന ബോധത്തോടെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഞാൻ പറഞ്ഞത് ഇതൊരു കൂട്ടുബന്ധത്തിൻ്റെ പേരിലാണ്. അതിനെന്ത് വേണമെന്നറിയോ? നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കേണ്ടുന്ന ഒന്ന് അതെന്താണെന്നറിയോ? ഫാമിലി ബജറ്റിംഗ് ആണ്. നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കും ഇല്ലാത്ത ഒരു സാധനമാണ് ഫാമിലി ബജറ്റിംഗ്. എങ്ങനെ സമ്പത്ത് വരുന്നു, എങ്ങനെ സമ്പത്ത് ചെലവഴിക്കുന്നു. ഞാനീ പറഞ്ഞതൊക്കെ എന്തൊക്കെയോ പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളറിയോ, പത്തനംതിട്ടയിലെ, കോട്ടയത്തെ, തിരുവനന്തപുരത്തെ, കൊല്ലത്തെ പെൺകുട്ടികൾ, അവിടുത്തെ ഭാര്യമാർ ഗൾഫിലേക്ക് ആളുകളെ വിടുന്നുണ്ട്, ഭർത്താക്കന്മാരെ വിടുന്നുണ്ട്, അവരും ചിലപ്പോൾ പോകുന്നുണ്ട്. അവർ 20 കൊല്ലം കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞിട്ട് ഭർത്താവ് തിരിച്ചു വരുമ്പോൾ, എനിക്കറിയാവുന്ന കുറേ കുടുംബക്കാരെ എനിക്കറിയാം, മീൻസ് പരിചയക്കാരറിയാം, ഭാര്യക്ക് അയച്ചു കൊടുക്കുന്ന 20,000 രൂപയിൽ നിന്ന് 5,000 രൂപക്ക് കുറിയിട്ട് ആ കുറി പിന്നെ 5 ലക്ഷം രൂപയായി. അതുകൊണ്ടൊരു ചെറിയ പറമ്പിൻ്റെ തല വാങ്ങി അത് പിന്നെ പെരുപ്പിച്ച് 30 വർഷം കഴിഞ്ഞിട്ട് ഈ ഭർത്താവ് വരുമ്പോൾ ആ ഭർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് 1 കോടി രൂപയാണ്, 1.5 കോടി രൂപയാണ്. കാരണം എങ്ങനെയാണെന്നറിയോ? ഈ കുറി കൂടിയിട്ട് അതുകൊണ്ട് പറമ്പ് വാങ്ങി അത് പിന്നെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി, ചുരുക്കി പറഞ്ഞാൽ 30 കൊല്ലം കൊണ്ട് ആ പൈസ കൊണ്ടുണ്ടാക്കിയ വരുമാനം നിങ്ങളറിയാതെ, ഭർത്താവ് അറിയാതെ ബജറ്റ് ചെയ്ത് ആ പൈസ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. ഈ ഭർത്താവ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ കുറേ പ്രവാസികൾ, പഴയ കാലത്ത് ആൾക്കാർ വരുന്നുണ്ടാവും. എല്ലാവർക്കും ഇപ്പോൾ മുഹമ്മദ് കയെ പോലെ മറ്റുള്ളവരെ പോലെ ബിസിനസ് ഉണ്ടാവണമെന്നില്ല. സാധാരണ കൂലിവേല ചെയ്തിട്ട് വന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ വരുന്ന സമയത്ത് നമ്മളെ ഭാര്യ തിരിച്ചിട്ട് 25 ലക്ഷം റുപ്യ തന്നിരുന്നെങ്കിൽ എന്തൊക്കെ ഇതാവുമായിരുന്നു. പക്ഷേ എല്ലാ കത്തിലുണ്ടാവും അഴു പൊളിഞ്ഞാടിക്കണ്, അവിടെ പൈസ കൊടുക്കാണ്ട്, ഇവിടെ പൈസ കൊടുക്കാണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ ഭാര്യൻ്റെ വക കടം, നമ്മളെ വക കടം, എല്ലാ കടം കൂടി പ്രവാസികൾ വീട്ടിലിരിക്കാൻ. എന്നാൽ ഈ പ്രവാസികളെ സഹായിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നത് ഭാര്യമാരുടെ ബജറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്.
പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തല്ലട്ടോ. പണ്ടൊക്കെ ഒരു പാക്കറ്റ് മുട്ടായിട്ടേ പോയിരുന്നത്. ഇന്ന് 100 ആൾ പോകണമെങ്കിൽ 100 ആളെ കയ്യിൽ ഓരോ കൊട്ട മുട്ടായിയാണ്. പിന്നെ എങ്ങനെ ബജറ്റ് നടക്കുക? എവിടുന്നാണ് ഇതൊക്കെ നടക്കുന്നത്? എന്നിട്ട് ആ മുട്ടായും കൊണ്ട് പോവുക. ഇതെന്താ കച്ചവടത്തിന് പോവുകയാണോ നമ്മൾ? ആ പരിപാടിയൊക്കെ നിർത്തിവെക്കിൻ. പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത്. നിങ്ങൾ ലോകത്തിൽ എവിടെയില്ലാത്തൊരു പരിപാടിയാണ് ഇങ്ങനെ പോണ കുട്ടികളെ കയ്യിൽ മുഴുവൻ കൊട്ട കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഏതോ പൈസക്കാർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അതില്ലാത്ത ആൾക്കാർ 4 കൊട്ടയിട്ട് പോയിട്ടുള്ള ശീലങ്ങൾ അവസാനിപ്പിക്കണം. ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ നമുക്കറിയാം. മരിക്കുന്ന ദിവസം പത്രം നിങ്ങൾ വായിച്ചു നോക്ക്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് പരതി. ആ സമയത്ത് 4 കോട്ടും 4 പാൻറ്റും 4 ഷർട്ടും ആയിരുന്നു ഉണ്ടായിരുന്നത്. വെറും 4 എണ്ണം. എല്ലാം ഗ്രേ കളറ്. എല്ലാ പാൻറ്റും ഷർട്ടും ഗ്രേ ആയിരുന്നു. അത് വെണ്ണൂറിൻ്റെ കളറായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചത് എന്താണെന്നറിയോ? എനിക്ക് എത്ര ഷർട്ടുണ്ട്, എത്ര പാൻ്റ് ഉണ്ടെന്ന് ലോകമറിയാതിരിക്കാനാണ് ഞാൻ എല്ലാം ഒരു കളറാക്കുന്നത് എന്നാണ്. അത് 1 ഉണ്ടായാലും കുഴപ്പമില്ല, 4 ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ 10 കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ വേറെ, തേട്ടത്തിന് വേറെ, മറ്റതിന് വേറെ. ചുരുക്കി പറഞ്ഞാൽ ഒരു കല്യാണം കഴിയുമ്പോഴേക്ക് ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ഞാൻ ഇത് കൊടുക്കാറുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അവർ പറയുമ്പോൾ ചിരിക്കാറുണ്ട്. അതാ വന്നിട്ട് സോഫയിൽ തളർന്നിരിക്കും കുടുംബനാഥൻ. അപ്പോൾ ഇവലിങ്ങനെ സെലക്ഷനിലായിരിക്കും. ഇത് 20,000 തീരും, 1,00,000 തീരും എന്ന് വിചാരിച്ചതാണ്. ബില്ല് കൊടുത്ത് വരുമ്പോഴേക്ക് ആകെ ഔട്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ കൊണ്ടുവരേണ്ടുന്ന ഒരു സാധനമാണ് ബജറ്റിംഗ്. അഥവാ നിങ്ങൾ സാമ്പത്തികപരമായി കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. ഒരുപാട് മാമൂലുകൾ നടത്തി നമ്മുടെ കുടുംബത്തെ തകർത്തി കളയരുതേ. സഹായിക്കുന്നവരെ നിങ്ങൾ സഹായിച്ചോ, മാമൂലുകൾക്ക് വേണ്ടി നമ്മളത് ചെയ്യരുത് എന്നതാണ്. കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഐക്യമുണ്ടാകട്ടെ. ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. നിങ്ങൾ പരസ്പരം ഐക്യത്തോടു കൂടിയാകണം. നമ്മുടെ ഈ കുടുംബത്തിൽ AP-കാരുണ്ടാവും, EK-കാരുണ്ടാവും, സലഫികളുണ്ടാകും, അതേമാതിരി ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവും, മറ്റുള്ളവരുണ്ടാകും. ആരുണ്ടായാലും അത് കുടുംബത്തിനെ ബാധിക്കരുതേ. സംഘടനകളെല്ലാം നമ്മൾ വലിയ ഔന്നത്യത്തോടു കൂടി കാണുന്നു. ഞാൻ ഒരാളെയും എതിർക്കാത്ത, ഒരു സംഘടനയും ഇല്ലാത്ത ഒരാളാണ്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയത്തിലും ഞാൻ മെമ്പറല്ല, ഒരു സംഘടനയിലും ഞാൻ മെമ്പറല്ല. സ്വതന്ത്രമായി ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു പാർട്ടിയിലും എനിക്ക് ഇതേവരെ മെമ്പർഷിപ്പ് ഇല്ല, ലീഡർഷിപ്പും ഇല്ല. അതുകൊണ്ട് ആ പറയാനുള്ളൊരു ചെറിയ അനുവാദം നിങ്ങൾ എനിക്ക് തരണം. ദയവ് ചെയ്ത് സംഘടനാപരമായ കാര്യങ്ങൾ കുടുംബത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. നമുക്ക് ഇഷ്ടപ്പെട്ട സരണയിൽ നിങ്ങൾ പോയിക്കോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊന്നും നിൽക്കണ്ട. ഓരോരുത്തർക്കും ഓരോ സംഘടനയും ഓരോ ശേഖന്മാരൊക്കെ ഉണ്ടാകാം. അതുവഴി നിങ്ങൾ പോയിക്കോ. കുടുംബത്തിൽ അതിൻ്റെ തർക്കങ്ങൾ ഉണ്ടാക്കരുത്. നമ്മുടെ കുടുംബത്തിൽ മാർക്സിസ്റ്റ് ഉണ്ടാകും, ലീഗ് ഉണ്ടാകും, കോൺഗ്രസ് ഉണ്ടാകും, BJP ഉണ്ടാകും, ആരൊക്കെയോ ഉണ്ടാകും. പക്ഷെ ഒരിക്കലും കുടുംബത്തിലേക്ക് രാഷ്ട്രീയത്തെ നിങ്ങൾ വലിച്ചിഴച്ചു കൊണ്ടുവരരുത്. എല്ലാവരും ഐക്യത്തോടു കൂടി പോയേ പറ്റൂ. ആ ഒരു മാന്യത പാലിക്കാൻ നമുക്ക് പറ്റണം. പരസ്പര സ്നേഹത്തോടു കൂടി ആയിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ സുന്ദരമായ രീതിയിൽ നമ്മുടെ വീട്ടിൽ കഴിയണം. പരസ്പര സഹകരണത്തോടു കൂടി കഴിയണം. നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്താൻ നമുക്ക് പറ്റുമെങ്കിൽ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാനെങ്കിലും നമ്മുടെ മക്കളെയും കൊണ്ട് നമ്മളൊന്ന് പുറത്തു പോകണം. പറ്റുന്നില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും. ഒരുപാട് പൈസ ചിലവാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോവുക. ജസ്റ്റ് അവർക്ക് എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക. ഇതിപ്പോൾ എല്ലാവരും ചെയ്യാറുണ്ട്. ചില ബിസിനസ്സുകാർക്ക് തീരെ സമയമില്ല. മാർക്ക് സുക്കർബർഗ് പറയുന്നുണ്ട് ഒരു ആർട്ടിക്കിളിൽ, അഥവാ അദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസിനസ്സുകാരോട് പറയാൻ, വലത്തെ ഭാഗത്ത് അദ്ദേഹത്തിന് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നു. ആ സൈനിങ്ങിലൂടെ കോടികൾ അദ്ദേഹത്തിന് മറിയും. ഇടത്തെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ എന്തുണ്ട്? ജിമ്മുണ്ട്. അദ്ദേഹത്തിന് എക്സസൈസ് ചെയ്യാനുള്ള ജിമ്മുണ്ട്. ജിമ്മിലേക്ക് കയറണോ, ആൾക്കാരോട് സൈനിങ് നടത്തിയിട്ട് കോടികൾ ഉണ്ടാക്കണോ? 1 മിനിറ്റ് ഒന്ന് ആലോചിച്ചു. ഞാനുണ്ടായാലല്ലേ പൈസ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. നേരെ ജിമ്മിലേക്ക് കയറി എന്നതാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്. തടി നോക്കാൻ നേരമില്ല, ഒന്നിനും നേരമില്ല. നമ്മൾ കിടന്ന് പായലാണ്. പണ്ടൊരു കുട്ടി തൊണ്ടും കൊണ്ട് നടക്കാൻ, അതിലിങ്ങനെ 1 ഉറുപ്പ്യട്ട്, 2 ഉറുപ്പ്യട്ട്, 3 ഉറുപ്പ്യട്ട് തൊണ്ടിങ്ങനെ കൂടി ഏകദേശം 1000 ഉറുപ്പ്യായ ഒരു ഉദാഹരണം പറയാൻ. 1000 ഉറുപ്പ്യായി എന്ന് വിചാരിച്ച് പൊട്ടിച്ച്, എന്നിട്ട് 1000 നോക്കുമ്പോൾ അതിൽ 10-100 ഉറുപ്പ്യ കുറവുണ്ട്. ആ പൈസയും കൊണ്ട് ഇങ്ങനെ ചെല്ലുക വാപ്പാൻ്റെ അടുത്തേക്ക്. കാരണം വാപ്പാക്ക് ഡെയിലി കിട്ടുന്ന വരുമാനം 1000-ആണ്. ഈ കുട്ടി എന്നും ചോദിക്കും വാപ്പാനോട്,
വാപ്പ അങ്ങക്ക് നേരണ്ട എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ, എൻ്റെ കൂടെ ഒന്ന് വരാൻ വാപ്പാക്ക് നേരമില്ല, ഓടടാ ഓട്ടമാണ്. അതുകൊണ്ട് ഈ കുട്ടി ഒരു കൂട്ടിയിട്ട് 1000 ഉറുപ്പ്യോളം ഉണ്ടാക്കിയിട്ട് പറയാണ്, ഇതിൽ 100 ഉറുപ്പ്യൻ്റെ കുറവുണ്ട്, അത് ഞങ്ങൾക്ക് പിന്നെ കടം വെട്ടിക്കോളാം, ഒരു ദിവസങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കൂടുമോ, 1000 രൂപ ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു കൂലിയായിട്ട് എന്നാണ്. ഇങ്ങനെ മക്കളുടെ കൂടെ സമയം പോലും കൊടുക്കാൻ പറ്റാത്ത ഉമ്മമാരുന്നുണ്ട്. കാരണം ഉമ്മമാരിങ്ങനെ വേഗം ചോറ് വെക്കണമെന്ന് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ കുമ്മാൾ കുടുംബത്തെക്കുറിച്ച് പറയല്ല കേട്ടോ. എന്തുകൊണ്ടാണ് പെട്ടെന്ന് പഴയതിനേക്കാളൊക്കെ സ്പീഡിൽ ഇപ്പോൾ ചോറിൻ്റെ പണി കഴിയുന്നുണ്ട്, പഴയതിനേക്കാളും പെട്ടെന്ന് എന്തിൻ്റെ പണി കഴിയുന്നുണ്ട്? ചാറിൻ്റെ പണി കഴിയുന്നുണ്ട്. ഞങ്ങളെ അടുക്കളയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബിരിയാണി വെക്കണ കഥയൊക്കെ ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷെ അതൊക്കെ പിന്നെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കി, വെറുതെ തമാശയിലെങ്കിലും. ഞാൻ പറഞ്ഞ നിങ്ങൾ അടുക്കളയിൽ നിന്ന് തിരിയണ്ടെന്ന് പറഞ്ഞതാണ്. ഒരുപാട് പണിയുണ്ട് നമുക്ക്, വെറും അടുക്കളയല്ലല്ലോ. പക്ഷെ ഇപ്പം ചോറും ചാറൊക്കെ സ്പീഡിൽ ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത് കഴിഞ്ഞിട്ട് വേണം ഫേസ്ബുക്ക് നോക്കാൻ, അത് കഴിഞ്ഞിട്ട് വേണം വാട്സപ്പ് നോക്കാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിനു വേണ്ടി പായാൻ. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ ഉമ്മയൊക്കെ അരിമണി വറുത്തതും ചായ ഉണ്ടാക്കി വെക്കും. അന്നത്തെ ഏറ്റവും നല്ല ചായ അരിമണി വറുത്തതും അതിലേക്ക് തേങ്ങ ചിരകിയ ചായയും. ആ ചായക്ക് പകരം വെക്കാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല കോഫി സ്റ്റാർബക്സിൻ്റെ കോഫിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള. സ്റ്റാർബക്സിൻ്റെ കോഫി 3000-5000 രൂപ വിലയുള്ള കോഫികളുണ്ട്. ആ കോഫിയേക്കാൾ ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരം ഉമ്മ ഉണ്ടാക്കി തരുന്ന ചായയാണ്. അതിനുവേണ്ടി ഓടി വരും. ആ അരിമണി വറുത്തതും തേങ്ങയും കൂട്ടിയിട്ടൊരു ചായ ഉണ്ട്, അത് കുടിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും. പക്ഷേ ഇന്ന് കുട്ടികൾ ബാഗും കൊണ്ട് വരികയാണ്, നേരെ സോഫയ്ക്ക് ഇടുകയാണ്. എന്നിട്ട് അവർ മൊബൈലും കൊണ്ട് പോയിട്ടൊരു ഭാഗത്ത്, മറ്റേ കുട്ടി പിന്നെ ഇതും തുറന്നിട്ട് അവിടെ. എന്നിട്ട് ഉമ്മ വന്നിട്ട് ചോദിക്കുക, ഈ എപ്പോഴാടാ വന്നത്? എവിടുന്നോ വന്ന പോലെ. ഈ എപ്പോഴാടാ ക്ലാസ് കഴിഞ്ഞ് വന്നത്? കാരണം ഉമ്മ ഇപ്പോൾ വാട്സപ്പിലാണ്, ഉമ്മ ഫേസ്ബുക്കിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഇവിടെ ആരും അങ്ങനെ ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു കൊള്ളട്ടെ. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്നും ഒരു മുത്തം കൊടുക്കാൻ പറ്റണം. തൽക്കാലം നമ്മൾ കാണുന്നതൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ പറ്റണം. അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയണം. അങ്ങനെ മക്കളോട് നല്ല സമ്പർക്കം ഉണ്ടാകണം. ഫേസ്ബുക്ക് ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോ, അതിന് ലിമിറ്റേഷൻ വെച്ചേക്ക്. അതിൻ്റെ കുറേ കാര്യങ്ങൾ പറയാണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. രാത്രി നിങ്ങളിത് കണ്ടുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഷഫീഖ് എന്നറിയും. അവന് ഇതിൽ MPharm കഴിഞ്ഞിട്ട് PhD കഴിഞ്ഞതാണ്. ഇപ്പോൾ വലിയൊരു മരുന്ന് കമ്പനിയിലാണ്. അവൻ പറയാണ് ഡ്രൈ ഐനസ് എന്ന് പറയുന്ന അസുഖം ധാരാളമായി കൂടിക്കൊണ്ടിരിക്കാൻ, കൊറോണ പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കാൻ, ആളുകളുടെ ബാലൻസ് തെറ്റിക്കൊണ്ടിരിക്കാൻ. പണ്ട് ബാലൻസ് തെറ്റാൻ 70 വയസ്സൊക്കെ ആകണമായിരുന്നു. പക്ഷേ ഇന്ന് 17കാരന് ബാലൻസ് തെറ്റുക. എന്താ കാരണം എന്നറിയോ? ഉറങ്ങുന്നത് വരെ സ്ക്രീന് കണ്ടുകൊണ്ട് കിടക്കാൻ. തന്നെയല്ല ഇവിടുത്തെ അതൊക്കെ മറന്നുകൊണ്ട് ഇങ്ങനെ കിടന്നിങ്ങനെ നോക്കാൻ. ചിലർ ഇങ്ങനെ ഇരുന്ന് നോക്കാൻ. ഇവിടെ ബെൻഡ് വരുന്നു. നിങ്ങൾ ഡോക്ടേഴ്സിനോട്, എൻ്റെ ഒരു സുഹൃത്തുണ്ട് റിയാസ്, വളരെ വിദഗ്ധനായിട്ടുള്ള എല്ലുറോക്ക് വിദഗ്ധനാണ്. അദ്ദേഹം പറയുകയാണ് എല്ലാവർക്കും ഇവിടെ ബെൻഡ് വരുന്നു. കാരണം ഇങ്ങനെ നോക്കിയിട്ട് കിടന്നുറങ്ങിയിട്ട് ഇത് കണ്ട് 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 കിടന്നുറങ്ങാൻ. കിടന്നു ഉറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ആ സ്ക്രീനിനോട് വിട പറയണമെന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണേ. ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടാക്കണേ. അവസാനിപ്പിച്ചു കൊള്ളുന്നു, പരസ്പര സ്നേഹത്തോടെ സഹകരണത്തോട് കൂടി പോണേ. നമ്മുടെ കുടുംബത്തിൽ പാവം യുവാക്കളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ. അവർ ഈ ലോകത്തിലെ മൊത്തത്തിൽ നിങ്ങളെയും എടുത്ത് ഉയർത്തേണ്ടവരാണ്. 2 ചിറകുകൾ വെച്ചുകൊണ്ട് ഈ കുടുംബത്തെ ഉയർത്തേണ്ടവരാണ്. അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടാകണേ. കാരണം യുവാക്കളാണ് ഇതിലേറ്റവും ചടുലമായി പ്രവർത്തിക്കുന്നവർ. കാരണവന്മാർ നമ്മുടെ പിന്നിലിരിക്കുന്നു, പ്രായം ചെന്ന ആളുകൾ ഇപ്പുറം മുമ്പിലും ഇരിക്കുന്നു. അവർക്കൊന്ന് വലിയ സന്തോഷത്തിലാണ്, നിങ്ങളെ കണ്ട സന്തോഷം. അതുകൊണ്ട് അവരുടെ ലോകത്തിലേക്കൊന്ന് തിരിച്ചു പോകണേ. അവരോട് കഥകൾ ചോദിച്ചറിയണേ. അവരുടെ കൈ പിടിച്ച് ഇനിയും നടക്കണേ. ജില്ലാ കളക്ടറായാലും അവരുടെ മടിയിൽ കിടന്നിട്ട് കഥ കേൾക്കാൻ നമുക്ക് പാഠമുണ്ടാകണേ എന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടെ വയസ്സന്മാരായ ആളുകൾ അവരുടെ കൂടെ ഒന്ന് ഇരുന്ന് നോക്ക്. പുഴ അക്കരത്തേക്ക് കെട്ടിച്ച കഥ പറയും, ചൂട്ട് കെട്ടുപോയ കഥ പറയും, അന്നത്തെ കാലത്തെ പട്ടിണിയുടെ കഥ പറയും. അന്നൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ നടന്നിരുന്നത് എങ്ങനെയെന്നറിയോ? ഓരോ വീട്ടിൽ നിന്നും പ്ലേറ്റും കസേരയും കൊണ്ടുവരും, അതിനൊക്കെ മാർക്കിടും, എല്ലാവരും കൂടി ഒരു കല്യാണം കഴിക്കലാണ്. ഇന്നതില്ല. ഇന്ന് അയൽവാസി പോലും വരുന്നത് ടിപ്പിക്കലായിട്ടാണ്. 12 മണിക്കൊണ്ട് വന്നിട്ട് ചോറ് കഴിച്ച് പോവാണ്. പണ്ട് കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പേ അരി ചേറാൻ ആളുണ്ടാവും, ഇരിക്കാൻ ആളുണ്ടാവും, കുന്താണി ഉരൽ എന്നൊക്കെ പറഞ്ഞുള്ള സാധനം ഉണ്ടായിരുന്നു. ഇതൊക്കെ അയൽവാസികൾ വന്നിട്ട് ഇത് കാര്യമൊക്കെ ചെയ്യുക. വീടിൻ്റെ മുകളിൽ ഓലയായിരുന്ന കാലത്ത് അത് കെട്ടാൻ പോലും ആളെ വിളിക്കാതെ അയൽവാസികൾ മേഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് പാറപ്പുറത്തിരുന്നിട്ട് 50 പൈസ പോലും ഇല്ലാതെ, ചായക്ക് പൈസ ഇല്ലാതെ കഴിഞ്ഞ ഒരു കാലമുണ്ട്. പാള വിറ്റ് നടന്ന ഒരു കാലമുണ്ടാകും, ഈ കോമ്പൽ കോർത്ത് നടന്നൊരു കാലമുണ്ടാകും.
അത്ര സന്തോഷം ഇന്ന് കോടികൾ കൈകാര്യം ചെയ്യുമ്പോഴും നമുക്കില്ലാതെ പോയത് എന്താണെന്നറിയോ? പരസ്പര സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ സ്നേഹം, എളാപ്പ മക്കള്, മറ്റുള്ള മക്കള്, മൂത്താപ്പ മക്കള് എല്ലാവരും ഒന്നിച്ചു പോകണേ. നമ്മുടെ ഭാഗത്ത് നബാധകൾ ഉണ്ടാകരുത്. നമ്മൾ കൈകാര്യം ചെയ്തതിൻ്റെ പേരിൽ ആളുകൾ ഒരു പക്ഷേ വിമർശിച്ചേക്കാം. അതൊക്കെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് കാണുക എന്നതല്ലാതെ നമ്മളായിട്ട് ഏറ്റമുണ്ടാകരുതേ. എല്ലാവരെയും സ്നേഹത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതല്ലാതെ ഒരാളെയും നമ്മൾ വെറുക്കുകയോ എതിർക്കുകയോ ചെയ്യാതെ എല്ലാവരെയും സ്നേഹത്തോടെ കൊണ്ടുപോകാൻ പറ്റണം. കൊച്ചുകുട്ടികൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പട്ടം പറത്തൽ മത്സരം നടത്ത്. അതൊരു വല്ലാത്ത മത്സരമാണ്. ഞാൻ ചില നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ. പട്ടം പറത്തൽ മത്സരം കുട്ടികൾക്ക് ഇപ്പോൾ അതറിയില്ല. കടപ്പുറത്തേക്ക് കൊണ്ടുപോവുക, പട്ടം പറത്തിക്കുക, ചെറിയ മക്കളെ കൊണ്ടുപോവുക, ഓട്ട മത്സരം നടത്തിക്കുക. നമ്മുടെ കൂട്ടത്തിൽ കുട്ടികളൊക്കെ ഓടട്ടെ. അതേമാതിരി പാടാൻ ഇതിനൊക്കെ പറ്റുന്ന ആൾക്കാർ, ഇതേമാതിരി കുടുംബ സംഗമങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടേതായ സീമകൾ ലംഘിക്കാതെ അവരെ കൊണ്ടൊക്കെ ഒന്ന് പാട്ടൊക്കെ പാടിപ്പിക്കുക. പറ്റുമെങ്കിൽ ഇതാ മുസ്തഫയെ പോലെ മറ്റുള്ളവരൊക്കെ അക്കാഡമീഷ്യൻസ് ഒരുപാടുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഓരോ വർഷത്തിലും എക്സാംസ് എഴുതിപ്പിക്കുക. ആ എക്സാംസിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, ഒന്ന് ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ എക്സാം നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എന്നാലും പറയാണ്. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും അറിയുന്നതാണ്. എന്ന് വെച്ചാൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയാൽ ആയിരക്കണക്കിന് ദിർഹം നമുക്ക് റിയാൽ അവർ നമുക്ക് സാലറി തരികയും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും വിക്ഷേപിക്കുകയും ചെയ്യുന്ന ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമെങ്കിൽ, അങ്ങനെ പ്രിയപ്പെട്ട ഫൈസൽ പരതക്കാടൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഇങ്ങനെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഇനി എപ്പോഴെങ്കിലും ഈ കുടുംബ സംഗമം കൂടുമ്പോൾ ഇനി ഉണ്ടാകേണ്ടത്, ഉണ്ടാകും ഇപ്പോൾ സിവിൽ സർവീസുകാരെ ആദരിക്കലാണ്. കുമ്മാളിൽ അങ്ങനെ ഒരു സിവിൽ സർവീസുകാരനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ പറയുന്നു. ഒരു IAS കാരനെ ആദരിക്കുന്ന, IPS ആദരിക്കുന്ന ചടങ്ങായി അടുത്ത സംഗമങ്ങൾ മാറണം. അത്രത്തോളം നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റണം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റുകൾ എല്ലാ വർഷത്തിലും വരും. ഇപ്പം സെൻട്രലൈസ്ഡ് ഫോമാണ്, അത് എഴുതിപ്പിക്കണം. അങ്ങനെ കുട്ടികൾ അലിഗഡിലേക്കും ഈ പറഞ്ഞ JNUവിലേക്കും ഇതേപോലെ തന്നെ മറ്റു യൂണിവേഴ്സിറ്റിയിലേക്കും എത്തിക്കണം. പറ്റുമെങ്കിൽ അതിനുമപ്പുറം ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഓക്സ്ഫോർഡ് പോലെ, കേംബ്രിഡ്ജ് പോലെ, ടെക്സസ് പോലെ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പോലെ, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസിലേക്ക് ഈ കുമ്മാളിലെ കുട്ടികൾ ഉയർന്നു വരണം. അതിൻ്റെ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എഴുതിപ്പിക്കണം. ഞാനും സെയ്തൽവിയൊക്കെ ഇടക്കൊക്കെ സൂചിപ്പിക്കാറുണ്ട്, നമ്മളെ നാട്ടിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാകുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുറവുള്ള മാതിരി നമുക്ക് തോന്നിയേക്ക് എത്താൻ പറ്റണില്ല എന്നൊക്കെയാണ്. പക്ഷേ നമ്മളറിയണം അതിൻ്റെ ഒരു പ്രതാപമുണ്ട്, അതിലേക്ക് എത്തണം. അങ്ങനെ ഹുദവിയായി പഠിച്ചിട്ട് രഹസ്യമായ രീതിയിലെങ്കിലും അതിൻ്റെതായ രൂപത്തിലൂടെ പോയിട്ട് ഞാൻ അധികം പറയുന്നില്ല, ഉയർന്ന പൊസിഷനിലേക്ക് പരതക്കാട് എത്തി, അഥവാ ഗവൺമെൻറ് ജോബിലേക്ക് എത്തി. അതേ രൂപത്തിൽ നല്ല അധ്യാപകനായി അദ്ദേഹം മാറി. ഇതേപോലെ ഗവൺമെൻറ് തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. നല്ല നല്ല ജോലിയിലേക്ക് എത്തിക്കണം. എബവ് ഓൾ ഇതിനേക്കാളും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ശശി തരൂരിനെ നമ്മൾ പറയുന്നു, ഞാൻ രാഷ്ട്രീയം പറയല്ല, അദ്ദേഹം വലിയ ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയാം. അദ്ദേഹം എന്തോ ചില താളപ്പുഴകളൊക്കെ നടത്തി, അതൊക്കെ വേറെ കാര്യം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനത്തെ പ്രതിഭകളായ കുട്ടികളെ വളർത്തിയെടുക്കണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉന്നത കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കണം. അങ്ങനെ പറഞ്ഞയച്ചിട്ട് അതിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോഴും അപ്പുറത്ത് നിന്ന് പള്ളിയിൽ നിന്ന് എവിടെയോ ഒരു ബാങ്കുലിനാദം കേൾക്കുമ്പോഴേക്ക് ഓടിയെത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്ന ഓക്സ്ഫോർഡിലെ PhD കാരനും അതേപോലെ തന്നെ കാംബ്രിഡ്ജിൻ്റെ PhD കാരനും ഉണ്ടാകണം. കോക്പിറ്റിലേക്ക് കയറി ആദ്യമായിട്ട് വിമാനം പറത്താൻ വേണ്ടി പോകുമ്പോൾ അന്നത്തെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അതും പൂർത്തിയാക്കിയിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞ് ഫ്ലൈറ്റിൻ്റെ ലിവർ തിരിക്കുന്നതിന് മുമ്പേ, അത് ചേഞ്ച് ആക്കുന്നതിന് മുമ്പേ എൻ്റെ വെല്ലിമ്മയും വെല്ലിപ്പയും ഉണ്ടിതില്ലെന്ന് പച്ച മലയാളത്തിൽ വിളിച്ചു പറയുന്ന ദീനിയായ പൈലറ്റുമാരുണ്ടാകണം. ദാ നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് സ്പോർട്സിൽ നിങ്ങൾ ഉയർന്നു പോയാൽ അപാരമായി നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി സിക്സർ പായിക്കുമ്പോഴും ആ സിക്സർ ഇങ്ങനെ പായുമ്പോൾ ചിലപ്പോൾ സുജൂദിൽ കിടക്കുന്ന കളിക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എല്ലാ സമയങ്ങളിലും കപ്പേറ്റ് വാങ്ങുമ്പോഴും ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ അള്ളാഹുവിലേക്ക് തിരിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. ഈ കൂട്ടത്തിൽ എവിടെയോ ഒരു പാവം സ്ത്രീ ഇരിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകില്ല, ഉണ്ടാകാം എന്ന് ഞാൻ പറയാണ്. ആ പാവപ്പെട്ട ആള് ഇന്ന് നിങ്ങളോട് പറയൂല എനിക്ക് വീടില്ല എന്ന്, എൻ്റെ മക്കൾ അനാഥമാണെന്ന്.
അങ്ങനെ ഒരു കണ്ണ് നമുക്കുണ്ടാകണം. ആ പാവം സ്ത്രീയെ കണ്ടെത്താൻ. ഒരു പക്ഷേ വിധവയായിരിക്കാം, ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാകാം, 2 മക്കളെ കയ്യും പിടിച്ചോട്ട് വന്നിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ആ പദ്ധതിയുണ്ട്. അവർക്ക് ഭവന നിർമ്മാണം എന്ന് പറയുന്ന, ഇവിടെ ഇരിക്കുന്ന ഏനിക്കുട്ടി ആജാകട്ടെ, മുഹമ്മദ് കെ ആകട്ടെ, പല ആൾക്കാരും, മറ്റുള്ളവരുടെ പേര് എനിക്കറിയാത്തത് കൊണ്ടാണ്, ധാരാളം ആളുകളെ സഹായിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്കൊരു വീട് വെച്ച് ഈ ആൾക്കാരൊക്കെ അതിൻ്റെ കുടിയിരുത്തത്തിന് പോകണം. കുറ്റൂശക്ക് പോകുമ്പോൾ എല്ലാവർക്കും ബിരിയാണി തരാനൊന്നും പറ്റൂല. പച്ചവെള്ളം കുടിച്ചുകൊണ്ട് പോരുമ്പോൾ ആ 2 മക്കളെ കുടുംബത്തെ നോക്കി നിൽക്കണം. ഈ ഓരോ കല്ലും ഓരോ കുമ്മാളുകാരൻ്റെതാണ്, കുമ്മാളിലെ തറവാട്ടിലെ ഓരോ ആളുകളുടേതുമാണ് എന്ന് പാവം നമ്മുടെ കൂട്ടത്തിലെ പാവങ്ങൾ വിളിച്ചു പറയുന്ന കാലം വരട്ടെ. അങ്ങനെ വിദ്യാർത്ഥികളെയും കുട്ടികളെയും യുവാക്കളെയും സ്ത്രീകളെയും എല്ലാവരെയും മാനിച്ചും സ്നേഹിച്ചും പരസ്പര ഐക്യത്തോടെ പരസ്പരം പരിരംഭണം ചെയ്തും മുന്നോട്ട് പോകുന്ന കുടുംബമായി കുമ്മാളിൽ കുടുംബം മാറട്ടെ.